ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്നല്ല പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉപവാസ പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനിമിഷത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം, അതിൻ്റെ 22-ാം വാക്യവും 23-ാം വാക്യവും ചേർന്ന് വായിക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 22-23 വാക്യം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു താൻ സ്നേഹിക്കുന്ന തൻ്റെ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ നാമത്തിൽ എന്ത് കൽപ്പിച്ചാലും അത് സംഭവിക്കും. ഈ നല്ല പകൽക്കാലം നാം വിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസം കടന്നു വരുന്നു. അതിൻ്റെ കാരണം സാഹചര്യങ്ങളാണ് അവനെ അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും രോഗങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എങ്ങനെ ഇതിനെ അതിജീവിക്കുമെന്ന് അറിയുവാൻ കഴിയാതെ വ്യാകുലപ്പെട്ട് മനം കലങ്ങി പലരിലും ആശ്രയിച്ച് മനസ്സ് തളർന്നവരായിരിക്കുമ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? എല്ലാ മാർഗങ്ങളും ഞാൻ സ്വീകരിച്ചു, ദൈവത്തിന് പോലും എന്നോടൊരു കരുണയില്ലല്ലോ എന്ന് പറഞ്ഞ് മാറിയിരുന്ന് വ്യാകുലപ്പെടുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ എനിക്ക് പറയുവാനുള്ളത്, കർത്താവ് പറഞ്ഞു, നീ വിശ്വസിക്കുന്നുവെങ്കിൽ എൻ്റെ മഹത്വം കാണും, നീ ആഗ്രഹിക്കുന്ന തരുവാൻ എനിക്ക് കഴിയും. സ്തോത്രം. അതുകൊണ്ട് നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചു കൊള്ളുക. ആരൊക്കെ തങ്ങളുടെ ഭാരം കർത്താവിന് സ്ഥലം ഇറക്കി വെച്ചിട്ട് അവൻ്റെ തിരുമുഖത്തേക്ക് നോക്കിയിട്ടുണ്ടോ, അവരാരും ലജ്ജിച്ചു പോകുവാൻ സ്വർഗം ഇടവരുത്തിയിട്ടില്ല. കാരണം ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാത്ത സീയോൻ പർവ്വതം പോലെ ഉറപ്പുള്ളവരായി നിൽക്കണം. ഈ നല്ല പകലിൽ പറയട്ടെ, കർത്താവ് പറയുന്നു, സ്തോത്രം സ്തോത്രം, ദൈവത്തിൽ വിശ്വാസം ഉള്ളവരായിരിപ്പീൻ. ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യൂട്യൂബിലൂടെ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിതരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ലോകം മുഴുവനും ഒറ്റ വാക്കിനാൽ ഉരുവാക്കിയിട്ട് സ്തോത്രം തൻ്റെ കൈയുടെ കരവിരുതിനാൽ നിന്നെയും എന്നെയും സൃഷ്ടിച്ചുവെങ്കിൽ ആ കർത്താവ് നിനക്കും എനിക്കും തന്ന അധികാരമുണ്ടല്ലോ, അത് മുഴുലോകത്തേക്കാൾ വിലയുള്ളതാ. ആ ദൈവത്തിൻ്റെ പൈതലായ നീ എന്ത് പറഞ്ഞാലും അത് അങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ള വിശ്വാസത്തോടെ യേശു പറഞ്ഞ ആ വാക്ക് ശ്രദ്ധയോടെ കേട്ട് അനുസരിച്ചിട്ട് അത് പ്രകാരം നീ കർത്താവിൻ്റെ നാമത്തിലൊന്ന് കൽപ്പിച്ചു നോക്ക്. നീ ആഗ്രഹിക്കുന്നത് നിന്റെ കണ്ണിൻ്റെ മുൻപിൽ കാണുവാനിടയായി തീരും. എന്നാൽ അത് കാണിക്കുകയില്ല എന്ന് പറഞ്ഞ് പിശാച് പല തന്ത്രങ്ങളെ മെനഞ്ഞ് ലോകത്തിൻ്റെ മോഹങ്ങളെ കൊണ്ട് കാണിച്ച് ഇല്ല, ലോകത്തിൽ ദൈവമില്ല എന്ന് പറഞ്ഞു വരുത്തി ദൈവത്തിൻ്റെ മഹത്വത്തെ മാറ്റുവാൻ ശ്രമിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്നിൽ വെളിപ്പെട്ട ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ലോകത്തോട് പറയണം. കാരണം ലോകത്തിൽ രക്ഷിപ്പാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, രക്ഷകനായ ക്രിസ്തു. ആ ക്രിസ്തു മാത്രമാണ് സകലത്തിനും പരിഹാരകൻ. ആ ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയും നശിച്ചു പോകത്തില്ലെന്ന് കൃപ ലഭിച്ച ദൈവ പൈതലേ, നീ വിളിച്ചു പറഞ്ഞാൽ പിശാച് നടുങ്ങും, പിശാചിന്റെ തല തകരും. അതുകൊണ്ട് അവൻ ഏത് തരത്തിൽ നിന്റെ വിശ്വാസത്തെ തല്ലിക്കെടുത്തോ നോക്കും. ഒന്ന്,
സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടുവന്ന് നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കും. മറ്റൊന്ന് മാരകമായ രോഗം കൊണ്ടുവന്ന് നിന്നെ വിശ്വാസത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കും. മറ്റൊന്ന് കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് നിന്നെ ക്രിസ്തുവിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കും. മറ്റൊന്ന് നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ഭാവിയെ തകർത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നിന്നെ അകറ്റുവാൻ ശ്രമിക്കും. മറ്റൊന്ന് സാമൂഹിക കുടുംബ ബന്ധങ്ങളെ കൊണ്ടുവന്ന് നിന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കും. എന്നാൽ പറയട്ടെ, ഒരു ബന്ധത്തിനും ഒരു സ്വന്തത്തിനും ക്രിസ്തുവിനോട് നിന്നെ അടുപ്പിക്കുവാൻ കഴിയത്തില്ല. ക്രിസ്തുവിനോട് നിന്നെ അടുപ്പിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ദൈവം തന്നിരിക്കുന്ന ഈ ജീവന്റെ വചനം. ആ വചനം നിന്റെ ഹൃദയത്തിനകത്ത് ക്രിയ ചെയ്യാൻ തുടങ്ങുമ്പോൾ നീ അധികമായി ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുകയായി തീരും. പിശാച് പറയും നിനക്ക് വീട് ലഭിക്കത്തില്ല, പിശാച് പറയും നിനക്ക് വാഹനം ലഭിക്കത്തില്ല, പിശാച് പറയും നിന്റെ കുഞ്ഞുങ്ങൾക്കൊരു നന്മ ഉണ്ടാകത്തില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, പിശാച് പറയുന്നത് കേട്ട് ഭയപ്പെടാതെ നീ എന്നിൽ വിശ്വസിക്കുന്നുവെങ്കിൽ സ്തോത്രം, വീടും വണ്ടിയും അതുപോലെ ചുറ്റുപാടുകളും മാത്രമല്ല, ഈ ലോകത്ത് നീ ആഗ്രഹിക്കുന്ന സകലതും നിന്റെ കരുഞ്ഞ തരും. അത് മാത്രമല്ല, എൻ്റെ സന്നിധിയിൽ നിത്യതയിൽ വന്നു ചേരും വരെയും ഒരു ശത്രുവും നിന്നെ തകർക്കാതെ നിന്നെ തളർത്താതെ എൻ്റെ ഉള്ളംകരത്തിൽ ഞാൻ നിന്നെ വഹിക്കും. ഈ നല്ല പകൽക്കാലം പറയട്ടെ, ലോകത്തിൽ ആരും അത് പറഞ്ഞില്ല, നിന്നെ ഞാൻ കരുതിക്കൊള്ളാം, ഞാൻ നിന്നെ എൻ്റെ കരങ്ങളിൽ വഹിക്കാമെന്ന്. ലോകത്തിൽ ആരും പറഞ്ഞില്ല, അന്ത്യത്തോളം ഞാൻ നിന്റെ കൂടെ വരാമെന്ന്. സ്തോത്രം. എന്നാൽ ലോകം പറയുന്ന കൂടെ വരവുണ്ടല്ലോ, അത് അല്പനേരത്തേക്ക് മാത്രമേ ഉള്ളൂ. ലോകം തരുന്ന സ്നേഹമുണ്ടല്ലോ, അത് അല്പകാലത്തേക്കേ ഉള്ളൂ. സ്തോത്രം. ലോകം തരുന്ന അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും അടുത്ത വ്യക്തി വരുമ്പോൾ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ദൈവം തരുന്ന സ്നേഹമുണ്ടല്ലോ, ദൈവം നിനക്ക് വേണ്ടി കരുതുന്ന നന്മയുണ്ടല്ലോ, അതൊരു പിശാചിനും തകർക്കാൻ പറ്റാത്തതാ. അത് സ്വർഗത്തിൽ നിന്ന് ദൈവം തരുന്നതാ. അത് വർദ്ധിച്ചു വരും, അത് കുറഞ്ഞു പോകത്തില്ല. എന്നാൽ ലോകം തരുന്നത് തീർന്നു പോകും. ഇന്ന് പകൽക്കാലം കുഞ്ഞെ, ലോകത്തിന്റെ മുഖത്തേക്കല്ല നീ നോക്കേണ്ടത്, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയണം, ശത്രുക്കൾക്ക് മുൻപാകെ മാനിക്കാമെന്ന് പറഞ്ഞ പരിശുദ്ധനെ നീ ഞങ്ങളെ കൈവിടല്ലെന്ന് പറയാൻ നീ ആഗ്രഹിച്ചാലുണ്ടല്ലോ, നിന്റെ നാവൊന്ന് ചലിച്ചാലുണ്ടല്ലോ, നീ അതിനു വേണ്ടി നിന്റെ ഹൃദയത്തെ ഒന്ന് ഒരുക്കിയാലുണ്ടല്ലോ, നിന്റെ കണ്ണുനീര് മാറും, നിന്റെ കഷ്ടങ്ങൾ നീങ്ങും, നിന്നെ വ്യാപിക്കുന്ന രോഗത്തിന്റെ മണ്ഡലങ്ങൾ നീങ്ങിപ്പോകും, നീ ഒരു അനുഗ്രഹമായി മാറും. എൻ്റെ ദൈവം നിന്നെ വിളിച്ചത് നിന്റെ ജാതി നോക്കിയിട്ടല്ല, നിന്റെ മതം നോക്കിയിട്ടല്ല, നിന്റെ കുടുംബം നോക്കിയിട്ടല്ല, നിന്റെ സാഹചര്യങ്ങൾ നോക്കിയിട്ടല്ല. പിന്നെയോ തകർന്നു പോയി എന്ന് പറഞ്ഞ് നീ കരഞ്ഞപ്പോൾ, അയ്യോ എൻ്റെ ജീവിതം ഇനി മുൻപോട്ട് എനിക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ലല്ലോ, മരണമാണ് എൻ്റെ മുൻപിൽ ഇനി ബാക്കി നിൽക്കുന്നു പറഞ്ഞു നീ തേങ്ങിയപ്പോൾ സ്വർഗം നിന്നെ കണ്ടതാ. വ്യക്തിപരമായി നിന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഒരു വാക്കാ, കരയണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നുവെന്ന് പറഞ്ഞ ദൈവം വാക്ക് മാറത്തില്ല. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാ. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ ഭാരം ഒന്ന് ഇറക്കി വെക്കുവാൻ നീ തയ്യാറായാൽ കുഞ്ഞെ, നീ പുറത്തു വരുന്നത് കരഞ്ഞുകൊണ്ടായിരിക്കത്തില്ല. കുഞ്ഞെ, നീ പുറത്തു വരുന്നത് നിരാശയോടെ ആയിരിക്കത്തില്ല. നീ പുറത്തു വരുന്നത് സന്തോഷത്തോടെ ആയിരിക്കും. തൊഴുത്തുനിന്ന് വരുന്ന പശു കിടാവിനെ പോലെ തുള്ളിച്ചാടി കടന്നു വരുവാൻ സ്വർഗത്തിലെ അപ്പം നിന്നെ സഹായിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം നാം ഒന്ന് വായിക്കുമ്പോൾ അവിടെ ഒരു മുടിയൻ പുത്രനെ കുറിച്ച് കാണുവാൻ കഴിയും. സ്തോത്രം. അവൻ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ചെല്ലും. Praise the Lord. നോക്ക്, അവൻ അപ്പൻ്റെ വീട്ടിൽ നിന്ന് വന്നവനാ. എന്നാൽ അവനിപ്പോൾ അപ്പൻ്റെ വീട്ടിൽ ചെല്ലും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവൻ വഴിയിൽ എവിടെയോ കിടക്കുകയാ. ഈ നല്ല പകൽക്കാലം പറയട്ടെ, വഴിയിൽ കിടക്കുന്നവരെയും വീട്ടിലിരിക്കുന്നവരെയും പട്ടണത്തിൽ നിൽക്കുന്നവരെയും സ്തോത്രം തേടിയെത്തിയവനാ കർത്താവ്. എന്തുകൊണ്ടെന്നറിയാമോ? അവൻ്റെ സഹായ കരങ്ങളെല്ലാം പിൻവാങ്ങി. സ്തോത്രം. എല്ലാ വഴിയും അവൻ്റെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു. അങ്ങനെങ്കിൽ അതിൻ്റെ നടുവിൽ നിന്ന് രക്ഷപ്പെടുവാൻ മറ്റൊരു മാർഗവുമില്ലാതെ വ്യാകുലപ്പെട്ട് മനങ്കലങ്ങുമ്പോൾ പ്രൈസ് ദി ലോർഡ് അവൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുകയാണ്, കരയണ്ട.
അവൻ്റെ കണ്ണുനീര് അവനെ വല്ലാതെ തളർത്തി. അവൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എല്ലാം അവന് പ്രതികൂലമായി. തൻ്റെ കൂടെയുണ്ടായിരുന്നവരെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടു. തൻ്റെ കരത്തിൽ നിന്ന് വാങ്ങിയെടുത്തവരാരും തിരികെ കൊടുക്കാൻ മടങ്ങി വന്നില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, അവൻ ഓർത്തത് എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ ഇഷ്ടം പോലെ ബാല്യക്കാരുണ്ട്. അവർ തിന്ന് ശേഷിപ്പിക്കുന്നതിന് ഒരപ്പക്കഷ്ണമെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വിശപ്പ് കൊണ്ട് ഇവിടെ മരിക്കുകയില്ലായിരുന്നു. അവൻ പെട്ടെന്ന് ഓർത്തു, ഞാൻ ഈ കപ്പൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ കഴിയത്തില്ല. കാരണം ഞാൻ അപ്പനോട് മത്സരിച്ച് അപ്പനോട് വഴക്കുണ്ടാക്കി അപ്പൻ്റെ കരത്തിൽ നിന്ന് എൻ്റെ അവകാശം മുഴുവനും വാങ്ങിക്കൊണ്ട് വീട് വിട്ടിറങ്ങിയവനാണ് ഞാൻ. എന്നാൽ എൻ്റെ അപ്പൻ ഇനി എന്നെ തിരികെ സ്വീകരിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. അവൻ്റെ മനസ്സ് മുഴുവനും കലങ്ങി വ്യാകുലപ്പെട്ട് ഒടുവിൽ അവൻ തീരുമാനിച്ചു, ഒരു മകനായി എന്നെ അംഗീകരിച്ചില്ലെങ്കിലും ഒരു കൂലിക്കാരനായി എന്നെ അംഗീകരിക്കണമേ എന്ന് ഞാൻ എൻ്റെ അപ്പനോട് പറയും. സ്തോത്രം. പ്രിയ കുഞ്ഞേ, നിൻ്റെ അപ്പൻ നിന്നെ ഒരു കൂലിക്കാരനായിട്ടല്ല ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന. സ്തോത്രം. നീ എത്ര വലിയ തെറ്റ് ചെയ്താലും, നീ എത്ര വലിയ കുറവുള്ളവനാണെങ്കിലും, നീ നിൻ്റെ തെറ്റുകളെയും കുറവുകളെയും നീ സ്വയം സമ്മതിച്ച് നിന്നെ ഒന്ന് താഴ്ത്തി ആ അപ്പൻ്റെ കരത്തിലോട്ടൊന്ന് വിട്ടു കൊടുത്തു നോക്ക്. നീ കൂലിക്കാരനല്ല, നീ സകലത്തിനും ഉടമയായി മാറും. സ്തോത്രം. സകലത്തിനും ഉടമയായി മാറും. സ്തോത്രം. നോക്ക്, തൻ്റെ മുതൽ മുഴുവനും നഷ്ടപ്പെടുത്തിയിട്ടും അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നവനെ അപ്പൻ കൂലിക്കാരനായിട്ടല്ല ചേർത്ത് പിടിച്ചത്. സ്തോത്രം. പിന്നെയോ തനിക്ക് നഷ്ടപ്പെട്ടു പോയ തൻ്റെ മകനെ തിരിച്ചു കിട്ടിയെന്നുള്ള സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചിട്ട് അവൻ്റെ മുഖമെല്ലാം ക്ലീനാക്കി അവൻ്റെ ശരീരത്തിൽ കിടന്ന മുഷിഞ്ഞ വസ്ത്രമെല്ലാം എടുത്തു മാറ്റി പുതിയ അങ്കി ധരിപ്പിച്ചിട്ട് ആ അപ്പൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, നഷ്ടപ്പെട്ടു പോയ എൻ്റെ മകൻ തിരികെ വന്നു. വരിക, നമുക്ക് സന്തോഷിക്കാം, ആനന്ദിക്കാമെന്ന് ആ അപ്പൻ പറഞ്ഞെങ്കിൽ കുഞ്ഞെ, ദൈവസന്നിധി വിട്ട് പോകാതെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് നീ ദൈവസന്നിധിയിലോട്ടൊന്ന് മടങ്ങി വന്നു നോക്ക്. സ്വർഗവും ദൂതന്മാരും നിന്നെ ഓർത്ത് സന്തോഷിക്കും. എന്നാൽ ആ സന്തോഷം നിനക്ക് തരുവാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പിശാച് സകല മോഹങ്ങളിലും നിന്നെ അകപ്പെടുത്തിയിട്ട് നിന്നെ തകർക്കാൻ പദ്ധതിയിടുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ഉപവസിക്കുന്ന ദൈവ പൈതലേ, കരയുന്ന ദൈവ പൈതലേ, ആരാധനയ്ക്ക് കടന്നുപോയി ദൈവമുഖത്തേക്ക് നോക്കുന്ന ദൈവ പൈതലേ, നിന്നെ കരുതുന്ന ഒരു കർത്താവ് നിന്നെ വിട്ടു പോകത്തില്ലെന്ന് വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിനക്കെതിരെ വരുന്ന പിശാചിനോട് നീ പറ, മാറ് പിശാചെന്ന്. നിന്റെ സാമ്പത്തിക നഷ്ടം കൊണ്ടുവന്ന് നിന്നെ തകർക്കുന്ന പിശാചിനോട് മാറ് പിശാച് എന്ന് പറഞ്ഞിട്ട് കർത്താവിന് മഹത്വം കൊടുക്ക്. നീ ഉയർച്ച പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കുകയില്ല. ഒരു വലിയ മനുഷ്യൻ ജീവിച്ചിരുന്നുവെന്ന് കർത്താവ് ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം സ്വത്രം 11-ാം അധ്യായം 12-ാം അധ്യായം അതിൻ്റെ 16 മുതൽ താഴോട്ട് വായിച്ചാൽ അവിടെ കാണാൻ കഴിയും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 16 മുതൽ താഴോട്ട് വായിച്ചാൽ ഒരു മനുഷ്യനെ കുറിച്ച് യേശു സാക്ഷ്യം പറയുന്നുണ്ട്. വായിച്ചേ. ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു, ഇഷ്ടം പോലെ വിളവ് അവന്റെ വയലിലുണ്ടായി. Praise the Lord. ആ വിളവെല്ലാം കണ്ട് അവൻ്റെ മനസ്സ് മുഴുവനും നിറഞ്ഞപ്പോൾ അവൻ ചിന്തിച്ചു, അയ്യോ എൻ്റെ കളപ്പുര ചെറുതാണല്ലോ, ഞാൻ എന്ത് ചെയ്യേണ്ടു? സ്തോത്രം. നന്മ അധികം തൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ എല്ലാ മനുഷ്യരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അയ്യോ ഇത് കൂട്ടിവെക്കാൻ സ്ഥലമില്ലല്ലോ, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെടുന്ന ഒരു മനോഭാവം സകല മനുഷ്യരിലും കടന്നു വരും. എന്നാൽ ആ നന്മ ഇല്ലാത്തവന് ഒരു വീതം കൊടുത്ത് ബാക്കി ശേഖരിക്കാം എന്ന് പലപ്പോഴും മനുഷ്യർ ചിന്തിക്കാറില്ല. എന്നാൽ എൻ്റെ കർത്താവ് അങ്ങനെയല്ല, ഇല്ലായ്മകൾ ഉള്ളവന് കൊടുത്ത് നിറയ്ക്കും. സ്തോത്രം.
സ്വത്രം. ഇല്ലാത്തവന് ഉള്ളവൻ്റെ എടുത്തു കൊടുത്ത് നിറയ്ക്കും. അതാണ് എൻ്റെ കർത്താവ്. സ്വത്രം. അല്ലാതെ ഉള്ളവൻ കൊണ്ടുചെന്ന് ആറ്റിൽ കളയുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇല്ലാത്തവൻ എടുത്തു കൊടുത്ത് നിറപ്പാൻ കഴിവുള്ളവനാ എൻ്റെ കർത്താവ്. എന്നാൽ ഈ ധനവാൻ ആർക്കും കൊടുക്കുവാൻ മനസ്സുണ്ടാകാത്തത് കൊണ്ട് അവൻ തൻ്റെ ഹൃദയത്തിൽ പറയുകയാണ്, ഞാൻ എൻ്റെ കളപ്പുര ഇടിച്ചു പൊളിക്കും, എന്നിട്ടതിനെ നന്നായി വിശാലമായി പണിതെടുത്ത് എൻ്റെ സകല സമ്പത്തും ഞാനതിനകത്ത് കുട്ടിവെച്ചിട്ട് സുഖമായി ഏറെക്കാലം കഴിയും. സ്വപ്നങ്ങളുടെ കൂമ്പാരവുമായി സന്തോഷത്തിൻ്റെ ഹൃദയവുമായി അവൻ ഉറങ്ങുവാൻ കിടന്നു. സ്തോത്രം. തൻ്റെ ഉറക്കത്തിൽ താനൊരു ശബ്ദം കേട്ടു, അല്ലയോ ധനവാനെ, നിന്റെ ഹൃദയത്തിലെ ചിന്തകളും വിചാരങ്ങളും നിരൂപണങ്ങളും നീ ചെയ്തു കൂട്ടിയതെല്ലാം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. എന്നാൽ ഈ രാത്രികാലം നീ മരിച്ചാൽ നിന്റെ നിത്യത എന്തായിത്തീരും? ധനവാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ ഈ കൂട്ടിവെച്ചിട്ടത് അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യമില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യേണ്ടു? അവനൊരു മാനസാന്തരം വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, ലോകത്തിലെ ധനത്തേക്കാൾ മാനത്തേക്കാൾ പദവിയേക്കാൾ സ്വർഗീയ സന്തോഷമാണ് വലിയതെന്ന് നീ വിശ്വസിച്ചാൽ ആ സന്തോഷത്തിൻ്റെ പിൻപിൽ നിനക്ക് വേണ്ടതെല്ലാം സ്വർഗത്തിൽ ദൈവം നൽകിത്തരും. വിശ്രമമില്ലാതെ, സ്തോത്രം, ഉറക്കം ഊണുമില്ലാതെ, രാവൊന്നുമില്ല പകലൊന്നില്ലാതെ നീ ഓടി അധ്വാനിച്ച് നീ നേടുന്നത് നിൻ്റെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ഭാഗ്യമില്ലെങ്കിൽ കുഞ്ഞെ, നിൻ്റെ ഓട്ടം വ്യർത്ഥമാ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പലർക്കും വീട്ടിലിരുന്ന് തിന്നാൻ സമയമില്ല, ഭയങ്കര തിരക്കാണ്. സ്വത്രം. അത് കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള വിദേശ നാടുകളിലാണ്. സ്വത്രം. വണ്ടിക്കകത്തിരുന്ന കാപ്പി കുടിക്കുന്ന. സ്തോത്രം. ഒരു കൈ കൊണ്ട് ഡ്രൈവ് ചെയ്യും, ഒരു കൈ കൊണ്ട് വാരി തിന്നുകൊണ്ടിരിക്കും. സ്തോത്രം. ഇങ്ങനെ നമ്മുടെ നാട്ടിലും ഇപ്പോൾ അത് വലിയ വ്യാപകമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞൊരു ദിവസം ഞാൻ ഇവിടെ നിന്ന് തമിഴ്നാട്ടിലോട്ട് പോകുന്ന സമയത്ത് ട്രെയിനിലാണ് പോയ സമയത്ത് ഒരു സഹോദരി രാവിലെ ജോലിക്ക് പോവുകയാണ്. ജോലിക്ക് പോകുന്ന സഹോദരി തൻ്റെ പാത്രം തുറന്ന് ആരും കാണാതെ വാരി 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 തിന്നുന്നു. സ്തോത്രം. ഞാൻ ആലോചിച്ച, ദൈവമേ, 8 മണി ആയതല്ലേ ഉള്ളൂ, ഈ സഹോദരിക്ക് വീട്ടിലിരുന്ന് തിന്നുകൂടായിരുന്നോ? സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വണ്ടിക്കകത്ത്, കാറിനകത്ത് ആൾക്കാരിങ്ങനെ പോകുന്നു. സ്തോത്രം. അവരും അതിനകത്തിരുന്നുകൊണ്ട് വാരി തിന്നുകയാ. എൻ്റെ കുഞ്ഞെ, നിനക്ക് വീട് തന്നത് നിന്നെ വീട്ടിനകത്ത് വേവിച്ച് തിന്ന് സുഖമായിട്ട് ഒന്ന് വിശ്രമിച്ചിട്ട് നിനക്ക് പോകാനല്ല തന്നത്. പക്ഷെ നിന്റെ ദ്രവ്യാഗ്രഹം, ലോകത്തിൻ്റെ നന്മയോടുള്ള ആഗ്രഹം നിന്നെ തിന്നാൻ പോലും അനുവദിക്കുന്നില്ല, കുടിക്കാൻ പോലും അനുവദിക്കുന്നില്ല. അവരെ കുറ്റം പറയുകയല്ല, പക്ഷേ ഇങ്ങനെ ഓടിയിട്ടും നീ എന്ത് നേടിയെന്ന് നീ എപ്പോഴെങ്കിലും തിരിഞ്ഞ് ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവ് പറഞ്ഞു, എൻ്റെ മകനോ, അവൻ ഉറക്കത്തിൽ ഞാൻ കൊടുക്കും, അവൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. സ്വത്രം. ഇത് ഉറങ്ങാൻ സമയമില്ല, ഉണ്ണാൻ സമയമില്ല, ഉടുക്കാൻ സമയമില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, വണ്ടിക്കകത്തിരുന്ന് ഡ്രസ്സ് മാറുന്നവരെ കണ്ടിട്ടുണ്ട്. സ്വത്രം. വണ്ടിക്കകത്തിരുന്ന് ഡ്രസ്സ് മാറുന്നവരെ, സമയമില്ല. 24 മണിക്കൂർ സ്വർഗത്തിലെ ദൈവം തൻ്റെ മക്കൾക്ക് കൊടുത്തിട്ടും സ്വന്തം കാര്യം നോക്കാൻ സമയമില്ലെങ്കിൽ ഇനി എന്നാണ് സമയമുണ്ടാകുക? മക്കളെ, ന്യായവിധി വരുമ്പോൾ അതൊന്ന് രക്ഷ പ്രാപിപ്പാൻ കഴിയത്തില്ല. നിനക്ക് വേണ്ടത് സ്വർഗം കരുതി വച്ചിട്ടുണ്ട്. ആ കരുതി വച്ചിരിക്കുന്ന ദൈവത്തോട് നീ പറഞ്ഞാലുണ്ടല്ലോ, സമയത്ത് അത് നിന്റെ കരത്തിൽ എത്തിച്ചേരും. നിനക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കഴിയും. സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്ത് ഹബക്കൂക്ക് 2:3 പറയുന്നുണ്ട്, സ്തോത്രം, നിന്റെ ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടും, അത് വൈകിയാലും വരിക തന്നെ ചെയ്യുമെന്ന്. സ്തോത്രം.
ഈ നല്ല പകലിൽ പറയട്ടെ, നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി വരാതെ ഇരിക്കത്തില്ല. അത് വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിന്നെ ഉരുവാക്കിയ ദൈവത്തോട് നീ ഒന്ന് പറഞ്ഞു നോക്ക്. സ്വർഗം അത് നിനക്ക് തരിക തന്നെ ചെയ്യും. നിന്നോട് ചെയ്ത വാഗ്ദത്തം അത് നിന്റെ തലമുറയ്ക്കല്ല കൊടുക്കുന്നത്, നിനക്ക് തരേണ്ടതിന് സ്വർഗം ഒരുങ്ങിയിരിക്കുമ്പോൾ ആ സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വമുള്ളവളായി നീ മാറ്റപ്പെടണം. ഈ ഭൂമിയിൽ നീ എന്തൊക്കെ ആഗ്രഹിക്കുമോ അത് തന്നു നിറപ്പാൻ എൻ്റെ കർത്താവ് മതിയായവനാ. അതുകൊണ്ട് കർത്താവിന് മഹത്വം കൊടുക്കും. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ ഒരു യോസഫിനെ കാണാൻ കഴിയും. സ്തോത്രം. ആ യോസേഫ് ഒരു സ്വപ്നം കണ്ടതിൻ്റെ പേരിൽ താൻ എല്ലാവരാലും അപമാനിക്കപ്പെട്ടവനായി മാറ്റപ്പെട്ടു, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടവനായി മാറ്റപ്പെട്ടു. ആ സ്വപ്നത്തിൻ്റെ സാരാംശം ഇത്രയേ ഉള്ളൂ. സ്തോത്രം. താനൊരു രാജാവാകും. തൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും തൻ്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാലം വരുമെന്ന്. സ്തോത്രം. എന്നാൽ ആ സ്വപ്നം കേട്ട മാത്രയിൽ യാക്കോബ് എന്ന് പറഞ്ഞ യോസേഫിൻ്റെ അപ്പൻ അവനെ തർജ്ജനം ചെയ്തു. എന്നൊക്കെ കാലങ്ങൾക്ക് പിന്നിൽ സംഭവിക്കാൻ പോകുന്നത് മുന്നമേ വെളിപ്പെടുത്തിയ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആഴം യോസേഫ് തൻ്റെ അപ്പനോട് പറയുമ്പോൾ യോസഫിന് അറിയത്തില്ല, പക്ഷെ അപ്പൻ മനസ്സിലായി. സ്വത്രം, ഇത് സംഭവിക്കും. സ്വത്രം. സ്വപ്നത്തിനകത്ത് രാജാവില്ല, രാജകൊട്ടാരമില്ല, പ്രജകളില്ല. സ്തോത്രം. സ്വപ്നത്തിനകത്ത് വയലും, സ്തോത്രം, കുറെ കതിരും, സ്തോത്രം, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പം പറയുക, നീ ഞങ്ങളുടെ രാജാവാകുമോ? പീലാത്തോസ് യേശുവിന്റെ ക്രൂശിന്മേൽ ഒരു മേലെഴുത്തെഴുതി, ഇവൻ യഹൂദന്മാരുടെ രാജാവ്. ഇവിടെ ഇതാ യാക്കോബ് തൻ്റെ മകനായ യോസേഫിന് വേണ്ടി ഒരു എഴുത്തെഴുതുന്നു, നീ ഞങ്ങളുടെ രാജാവാകുമോ? കുഞ്ഞേ, സ്വർഗം പറഞ്ഞാലുണ്ടല്ലോ അത് സംഭവിക്കും. നീ വിശ്വസിച്ചുകൊണ്ട് പറ, ആ ജോലി എനിക്ക് കിട്ടുമെന്ന്. നീ വിശ്വസിച്ചുകൊണ്ട് പറ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തലമുറയുണ്ടാകുമെന്ന്. നീ വിശ്വസിച്ചുകൊണ്ട് പറ, എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കുമെന്ന്. നീ വിശ്വസിച്ചുകൊണ്ട് പറ, എൻ്റെ കുഞ്ഞ് ദേശത്തെ അവകാശമാക്കുമെന്ന്. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കാൻ തുടങ്ങ്, അത് സംഭവിക്കും. വിശ്വാസമില്ലാത്ത നീ, വിശ്വാസിയായ നീ അവിശ്വാസിയായി പറഞ്ഞാൽ അത് സംഭവിക്കത്തില്ല. വിശ്വാസത്തോടെ നീ കൽപ്പിച്ചാൽ, യേശുവിന്റെ നാമത്തിൽ നീ കൽപ്പിച്ചാൽ അത് സംഭവിക്കും. അതിനുള്ള അധികാരമാ കാൽവരി ക്രൂശിലൂടെ നിനക്കും എനിക്കും കർത്താവ് തന്നത്. അത് മാത്രമല്ല, കർത്താവ് ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ നിന്നോട് വാക്ക് പറഞ്ഞിട്ടാ പോയത്, എൻ്റെ നാമത്തിൽ നീ കൽപ്പിക്കുന്നതൊക്കെ സംഭവിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ നീ പറയുന്നത്, യേശുവിന്റെ നാമത്തിൽ പറയുന്നത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ചുമ്മാതെ പറഞ്ഞ പറ്റത്തില്ല. വെള്ളത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനനം പ്രാപിക്കണം. ആ വീണ്ടും ജനനം പ്രാപിച്ചാൽ നിന്റെ മേൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ഇറങ്ങി വരും. ആ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ ആ പരിശുദ്ധാത്മാവിൽ നീ കൽപ്പിക്കാൻ തുടങ്ങുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷേ സംശയിക്കരുത്. നമ്മൾക്ക് പലർക്കും സംശയമാണ്. സ്വത്രം. കാരണം സ്വത്രം നടക്കുമോ നടക്കത്തില്ലയോ, സാഹചര്യങ്ങൾ അതിന് അനുകൂലമല്ലല്ലോ എന്ന് നീ പറയുമ്പോൾ ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, പ്രിയ കുഞ്ഞെ, പ്രിയ സ്നേഹിത, പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ യൂട്യൂബിലൂടെ എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, സ്തോത്രം, യേശു കർത്താവിനെ പൂർണ്ണമായി വിശ്വസിച്ചിട്ട് അവൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമാണെന്ന് നീ വിശ്വസിച്ച് ഏറ്റെടുത്തിട്ട് വെള്ളത്താലും ആത്മാവിനാലും നീ ജനിച്ച് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കാൻ നീ തയ്യാറാണെങ്കിൽ നീ പറയുന്നത് സംഭവിക്കും. ദൈവത്തിൻ്റെ ദാസനായ യോശുവ സ്വത്രം സൂര്യനോടും ചന്ദ്രനോടും കൽപ്പിച്ചപ്പോൾ അവ നിന്നെങ്കിൽ, ഈ നല്ല പകൽക്കാലം
നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, സ്തോത്രം, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനം പ്രസംഗിക്കുന്ന പോൾ വിളക്കുവട്ടത്തോട് കർത്താവ് പറഞ്ഞ് പ്രകൃതിയോട് കൽപ്പിക്കാൻ, രോഗത്തെ ശാസിക്കുവാൻ, ക്യാൻസറിനെ നിർമൂലനം ചെയ്യുവാൻ പറഞ്ഞപ്പോൾ, സ്തോത്രം, ഞാനത് കൽപ്പിച്ചപ്പോൾ സ്വർഗം അത് ചെയ്തു. ക്യാൻസർ മാറ്റി, സ്വത്രം, മഴ നിന്നു, രോഗം നിന്നു, സാമ്പത്തിക പ്രതിസന്ധി മാറി. ഇപ്പോഴും അത്ഭുതങ്ങൾ നടക്കുന്നു. 25 വർഷം, 15 വർഷം, 7 വർഷം മക്കളില്ലാതെ കരഞ്ഞ അനേക സഹോദരങ്ങൾ കടന്നു വന്ന് തലമുറയുമായി കടന്നുപോയ സാഹചര്യങ്ങൾ. സ്തോത്രം. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്നറിയാമോ? ദൈവത്തെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല. പരിശുദ്ധാത്മാവിൽ നീ ഒന്ന് കൽപ്പിക്കാൻ തുടങ്ങ്. വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ഒന്ന് ആരാധിച്ചിട്ട് വചനം പറയുന്നത് പോലെ നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. സ്വർഗം നിനക്ക് തരും. നിന്നിലൂടെ ദൈവനാമം മഹത്വമെടുക്കും. യോസേഫിൻ്റെ വാക്ക് കേട്ട് അപ്പൻ്റെ അകത്ത് ഒരു പ്രതീക്ഷ വന്നെങ്കിൽ കൂടപ്പുറപ്പുകൾക്ക് അതൊരു തമാശയായിട്ടാണ് തോന്നിയത്. സ്വത്രം. കുഞ്ഞൻ, നീയും ഏത് മാർഗത്തിൽ പോയാലും നിന്നെ ആരും കുറ്റം പറയത്തില്ല, ചോദ്യം ചെയ്യത്തില്ല. പക്ഷെ നീ പെന്തിക്കോസ്തിൽ പോയി വചനപ്രകാരം യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചുവെന്ന് സ്വത്രം ലോകമറിഞ്ഞാൽ ലോകം മുഴുവനും നിന്നെ ചോദ്യം ചെയ്യുവാൻ എഴുന്നേറ്റ് വരും. ഈ നല്ല പകൽ പറയട്ടെ, ഈ ലോകത്തിൽ മറ്റൊന്നും നേടിയില്ലെങ്കിലും യേശുവിൻ്റെ പൈതലാകുവാൻ നിനക്ക് അവസരം ലഭിച്ചാൽ നിന്നെ പോലെ ഭാഗ്യം ചെയ്ത വേറൊരു വ്യക്തി ഇല്ലവേ ഇല്ല എന്ന് ഈ പകൽക്കാലം ഈ വിശുദ്ധ തിരുവചനം എടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ. ഇത് ചുമക്കുന്നവനെ ദൈവം ചുമക്കും. ഇത് ചുമക്കുന്നവനെ വഴിയിൽ തകർത്ത് കളയുന്നവനല്ല, പിന്നെയോ സ്വർഗത്തിൽ എത്തിക്കുന്നവനാ ഈ നല്ല പകൽക്കാലം ഞാൻ പ്രസംഗിക്കുന്ന യേശു കർത്താവ്. നോക്ക്, ജോസഫ് തൻ്റെ കൂടപ്പിറപ്പുകൾക്ക് ഏറ്റവും ഇളയവനാ. എന്നാൽ വീട്ടിലിരിക്കുന്ന അപ്പൻ്റെ അടുക്കലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന മോനോട് പറയുകയാണ്, നിൻ്റെ കൂടപ്പിറപ്പുകൾ ആട് മേയ്ക്കാൻ പോയിരിക്കുന്നു. അവർക്ക് ആഹാരം കൊണ്ടുകൊടുത്ത് അവരുടെ ക്ഷേമം അന്വേഷിച്ചിട്ട് വാടാ മോനെ. സ്തോത്രം. അപ്പൻ തൻ്റെ കൂടപ്പിറപ്പുകളുടെ അടുക്കലേക്ക് പോയി അവർക്ക് ആഹാരം കൊടുത്തിട്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ ആ മകൻ ഒരു മടിയും കാണിക്കാതെ തൻ്റെ കൂടപ്പിറപ്പുകളെ തേടി തങ്ങൾക്ക് വേണ്ടുന്നത് കൊണ്ട് താൻ തൻ്റെ കൂടപ്പിറപ്പുകളുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ, സ്തോത്രം, പിശാച് അവരുടെ ഉള്ളിൽ കടന്നിട്ട് പറയാ, ഇവൻ നമ്മുടെ രാജാവാകുന്നെന്ന് കാണണം, നമുക്ക് യവനെ കൊന്ന് നമുക്ക് ആ കിണറ്റിൽ തള്ളാം. സ്വത്രം. നമുക്ക് ഒരു സ്വപ്നത്തിൻ്റെ പേരിൽ, സ്തോത്രം, ഒരു സ്വപ്നത്തിൻ്റെ പേരിൽ, സ്തോത്രം, ഒരു കർത്താവിനെ സാക്ഷിയായതിൻ്റെ പേരിൽ, സ്നാനപ്പെട്ടതിൻ്റെ പേരിൽ, പെന്തിക്കോസ്ത് പള്ളി പോയതിൻ്റെ പേരിൽ നിന്നെ കുടുംബത്തിൽ നിറക്കി വിട്ട് നിന്നെ ദേശത്തെ പടിയടച്ച് പിണ്ടം വെച്ചാൽ, സമൂഹം നിന്നെ ഒറ്റപ്പെടുത്തിയാൽ, കുഞ്ഞെ നീ പേടിക്കണ്ട കേട്ടോ. സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതന്മാരും നിനക്ക് കാവലായി ഉണ്ടാകും. ആരൊക്കെ നിന്നെ എവിടൊക്കെ പഠിച്ചാലും എങ്ങനെയൊക്കെ നിന്നെ തള്ളിക്കളയാൻ ശ്രമിച്ചാലും അവരുടെ മുമ്പിൽ തല ഉയർത്തി നിർത്തുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തെയാ നീ സ്വീകരിച്ച് നിന്നെ മറന്നു പോകാതെ ആമേൻ പറയണം, ഹല്ലേലൂയ പറയണം. ആരൊക്കെ എന്നെ മറന്നു കളഞ്ഞാൽ സേവിച്ച ദൈവം മറന്ന് കളയത്തില്ലെന്ന് നീ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ ഉയർത്തിയാൽ, സ്തോത്രം, ദൈവം നിന്നെ ഉയർത്തും. സ്തോത്രം. കാരണം എൻ്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല. സ്തോത്രം. കൂടപ്പിറപ്പുകളെല്ലാം കൂടി ചേർന്ന് യോസെഫിനെ തല്ലിക്കൊന്നെടുത്ത് പൊട്ടക്കിണറ്റി കളഞ്ഞു. സ്വത്രം. മരിച്ചു എന്ന് പറഞ്ഞ് കിണറ്റിലേക്ക് നോക്കുമ്പോൾ അവനിൽ ജീവനുണ്ടെന്ന് കണ്ടു. സ്തോത്രം. ഒരു കൂടപ്പിറപ്പ് പറയുകയാണ്, ഈ കിണറ്റിനകത്ത് അവനെ ഇട്ടേക്കണ്ട, നമുക്ക് കച്ചവടക്കാർക്ക് വിറ്റ് കളയാം, അടിമയായി അവർ കൊണ്ടുപോയിക്കോളും, പിന്നെ ഒരിക്കലും അവൻ രാജാവാകത്തില്ല. സ്തോത്രം. എനിക്ക് ചിരി വരികയാണ്. സ്വത്രം. ഭൂമിക്ക് അടിസ്ഥാനമിടുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം എന്തെന്ന്, ആകാശത്തെ നമുക്ക് വേണ്ടി വിരിച്ച സ്വർഗത്തിലെ മഹത്വം എന്തെന്ന്, സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങളെ നമുക്ക് വേണ്ടി
തന്ന ആ ദൈവത്തിൻ്റെ മഹത്വം എന്തെന്ന് അത് അനുഭവിക്കണമെങ്കിലുണ്ടല്ലോ അതിനൊരു ഭാഗ്യം വേണം. സ്വത്രം. ഈ ലോകത്തിൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടന്നു. പക്ഷെ ഒന്നും പുതിയ കണ്ടുപിടുത്തങ്ങളല്ല, പഴയതിനെ രണ്ടാമത് കണ്ടുപിടിച്ചതാ. സ്വത്രം. പുതിയതൊന്നായിട്ട് കണ്ടുപിടിക്കാൻ പലരും ശ്രമിച്ചിട്ട് പുതിയതൊന്നും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഉള്ള പഴയതിനെ സത്യമാണെന്ന് അന്വേഷിക്കാൻ വേണ്ടി ശാസ്ത്രലോകവും മനുഷ്യനും ഓടി നടക്കുമ്പോൾ എൻ്റെ കർത്താവ് ഓരോ ദിവസം പുതിയത് ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. അത് നീ ആഗ്രഹിക്കുന്ന അളവിൽ സ്വർഗത്തിലെ ദൈവം ചെയ്യുകയാണ്. സ്തോത്രം. നോക്ക്, പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന യോസേഫിനെ കച്ചവടക്കാർക്ക് വിറ്റുകൊടുക്കുമ്പോഴും മനുഷ്യൻ്റെ ചിന്ത ഇതേ ഉള്ളൂ, അവൻ എന്നും എന്നും തകർന്ന് കിടക്കണം, എന്നും മറ്റുള്ളവരെ ആശ്രയിക്കുന്നവനായി തീരണം, എന്നും അവൻ ആരിലും ഉന്നതനായി മാറരുത്. എന്നാൽ ഈ നല്ല പകൽക്കാലം പറയട്ടെ, ഉന്നതനായ കർത്താവിൽ ആശ്രയിച്ചാണ് നീ വന്നതെങ്കിൽ, ഉന്നതനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് നീ നിൽക്കുന്നതെങ്കിൽ, ഉന്നതനായ ദൈവത്തിൻ്റെ വചനമാണ് വിശ്വസിച്ച് നീ ഏറ്റെടുത്തതെങ്കിൽ തീർച്ചയായും നീ ഉന്നതങ്ങളിൽ എത്തിച്ചേരും. അത് നിന്റെ ശത്രു കണ്ട് തലകുനിച്ച് നിന്റെ മുൻപാകെ നിൽക്കുന്ന ദിവസങ്ങളും നിമിഷങ്ങളും വരുമെന്ന് കുഞ്ഞെ നീ വിശ്വസിക്ക്. എൻ്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല. അവൻ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മുഖം നോക്കാതെ അവൻ വാഗ്ദത്തങ്ങൾ നിവർത്തിച്ചു തരുവാൻ മനസ്സുള്ളവൻ അതിൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുക. 20 വെള്ളിക്കാശിന് സ്വന്തം കൂടപ്പിറപ്പുകൾ യോസേഫിനെ വിൽക്കുമ്പോൾ യോസേഫിൻ്റെ വാഗ്ദത്തം എന്തെന്ന് യോസേഫ് അറിയുന്നില്ല. പക്ഷെ സ്വർഗത്തിൽ അപ്പൻ അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരികയാണ്. സ്തോത്രം. നോക്ക്, അപ്പനിട്ട വസ്ത്രം ഉരിഞ്ഞു മാറ്റി വലിച്ചു കീറി സ്തോത്രം പങ്കിട്ടിട്ട് പറയുകയാണ്. സ്തോത്രം. അപ്പാ, യോസേഫ് വരുന്ന വഴിയിൽ ഒരു ചെന്നായ അവനെ പൊടിച്ച് അവനെ കടിച്ചു കീറി കൊന്നു. ഞങ്ങൾക്ക് വസ്ത്രം മാത്രമേ കിട്ടിയുള്ളൂ. സ്തോത്രം. അതിനകത്ത് സ്വത്രം പറ്റിയിരിക്കുന്ന ചോര, അതിൻ്റെ കളറോ അല്ലെങ്കിൽ ചോര തൻ്റെ മകൻ്റെ ചോരയാണോ എന്ന് അന്വേഷിക്കുവാൻ അന്ന് ശാസ്ത്രലോകത്തിൽ ലാബുകളില്ലാതെ പോയി. ഉണ്ടായിരുന്നെങ്കിൽ അപ്പൻ അത് കൊണ്ടുപോയി തൻ്റെ മോൻ്റെ തന്നെ ചോരയാണോ എന്ന് അന്വേഷിക്കുമായിരുന്നു. ഇന്ന് എല്ലാറ്റിനും അന്വേഷണത്തിന് കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ സാധ്യതയുണ്ടല്ലോ. പക്ഷേ കുഞ്ഞ്, കണ്ണുനീരിൻ്റെ ഒന്ന് ആരുടെ കണ്ണുനീരാണെന്ന് ഏത് ലാബിൽ കൊടുത്താലും ആ കണ്ണുനീരിൻ്റെ ആഴവും അർത്ഥവും അതൊഴുകേണ്ട സാഹചര്യങ്ങളും ഒരു ശാസ്ത്രലോകത്തിനും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ എൻ്റെ യേശു നിന്റെ കണ്ണുനീരിൻ്റെ ആഴങ്ങളിൽ കിടക്കുന്ന ആവശ്യങ്ങളിൽ നിന്ന് തിരിച്ചറിയാൻ കഴിവുള്ളവനാ. അതുകൊണ്ട് അവൻ്റെ സനിൽ മുഴങ്ങാനും അടക്കി കണ്ണുനീരോടെ പറ, കർത്താവേ, എന്നെ നിന്ന മാറ്റിത്തരുവാൻ അങ്ങേക്ക് കഴിയും. എന്നെ പരിഹസിക്കുന്ന മുമ്പിൽ എന്നെ തല ഉയർത്താൻ അങ്ങേക്ക് കഴിയും. എന്നെ ഒതുക്കി കിട്ടുമെന്ന് പറയുന്നതിന് മുമ്പിൽ നിർത്തുവാൻ അങ്ങേക്ക് കഴിയുമെന്ന് ദൈവസനി കണ്ണുനീരോടെ നീ പ്രാർത്ഥിച്ച് പറഞ്ഞു നോക്ക്. സ്വർഗം അതിന് വിലയിടും. അടിമച്ചന്തയിൽ തലകുനിച്ച് കണ്ണുനീരോടെ നിൽക്കുന്ന യോസഫിനെ ആർക്കും വേണ്ട. ബാലനായതുകൊണ്ട് ആർക്കും വേണ്ട. അപ്പം മറന്നു, കൂടപ്പറപ്പുകൾ മറന്നു. ഇന്നൊരടിമയായി സമൂഹത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ ചിന്തിച്ച് കാണും, എൻ്റെ ജീവിതം ഇങ്ങനെയാകുവാൻ ആ സ്വപ്നമാണല്ലോ കാരണമായി തീർന്നത്. ഞാൻ എൻ്റെ സ്വപ്നം പറഞ്ഞതുകൊണ്ടാണല്ലോ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടവനായി ഞാനിവിടെ നിൽക്കേണ്ടി വന്നത്. എല്ലാവരും അവൻ്റെ മുഖത്ത് നോക്കി, ഒന്നിനും കഴിവില്ല, ഒന്നിനും കൊള്ളത്തില്ല, ഈ അടിമയെ വിലയ്ക്ക് വാങ്ങിച്ചാൽ ഞങ്ങൾക്കതുകൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞ് തള്ളി 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 വിലപേശി മാറിപ്പോകുമ്പോൾ പൊത്തിപ്പറിൻ്റെ അകമ്പടി നായകൻ വന്നിട്ട് അവനെ വാങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോൾ നീ ചെന്നെത്തുന്നത് ഒരു കഷ്ടത്തിന് നടുവിലായിരിക്കും. ചിലപ്പോൾ നീ ചെന്നെത്തുന്ന ഒറ്റപ്പെടുന്ന നടുവിലായിരിക്കും. ചിലപ്പോൾ നീ ചെന്നെത്തുന്ന താഴ്ചയുടെ അടിവാരങ്ങളിലായിരിക്കും. പക്ഷേ അവിടെ നിന്ന് ഉയർത്തുവാൻ എൻ്റെ യേശു മതിയാവനെന്ന് വിശ്വസിക്കുക. കൊട്ടാരത്തിൽ കൊണ്ടു ചെല്ലുന്ന അടിമയെ ഉടമയാക്കി മാറ്റുവാൻ സ്വർഗം തീരുമാനിച്ചു. നല്ല പകൽക്കാലം പറയട്ടെ, നീ ചെയ്ത നന്മയുണ്ടല്ലോ, നീ കൊടുത്ത ആഹാരമുണ്ടല്ലോ, നീ കൊടുത്ത സ്നേഹമുണ്ടല്ലോ,
നീ കരുതിയ കരുതലുണ്ടല്ലോ, അതിന് ഓരോ നിമിഷം ഓരോ ദിവസം കണക്കിടുന്നുണ്ട് സ്വർഗത്തെ ദൈവം. അത് വിശ്വസിച്ചിട്ട് നന്മ ചെയ്യും കുഞ്ഞേ. തീർന്നു പോയാലും നിന്റെ കരത്തിലുള്ളതെടുത്ത് നീ നന്മ ചെയ്യാൻ ശ്രമിക്കുക. സ്വർഗം നിന്നെ ഉയർത്തും. യോസഫിനെ രാജാവ് കയ്യിലേറ്റിട്ട് പറയുകയാണ്, ഇവനെ മിറ്റത്തും പറമ്പിലും ഒന്നും വിടണ്ട. അവൻ ബാലനല്ലേ. ഇവനെ കൊട്ടാരത്തിലെ എല്ലാ കാര്യങ്ങളും ഇവനെ ഏൽപ്പിക്കുക. എന്നിട്ട് യോസഫിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ, ഈ കൊട്ടാരത്തിനകത്തെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ക്രമമായി ഉചിതമായി നീ ചെയ്തെടുക്കണം. ഒരടിമയ്ക്കൊരിക്കലും ഉടമയാകാൻ കഴിയത്തില്ല, പക്ഷേ പൊത്തിഫർ അവനെ ഉടമയാക്കുകയാ. സ്വത്രം. എന്നിട്ടൊരു കാര്യം പറഞ്ഞു, പണ്ട് യേശു പണ്ട് യഹോവയായ ദൈവം പറഞ്ഞതുപോലെ, സ്വത്രം, ഈ തോട്ടത്തിലുള്ള മുഴുവൻ വസ്തുവകകളും, ഈ തോട്ടത്തിലുള്ള സകല ഫലവൃക്ഷങ്ങളുടെ ഫലങ്ങളും, ഈ പക്ഷിമൃഗ ലതാദികൾ മുഴുവനും നിന്റെ അധീനതയിലുണ്ട്. എന്നാൽ തോട്ടത്തിന് നടുക്ക് നിൽക്കുന്ന ജീവന്റെ വൃക്ഷത്തിൻ്റെ പഴം മാത്രം നീ പറിക്കരുത്, അത് തിന്നരുത്. യോസഫിനോട് പറഞ്ഞു, ഇതെല്ലാം നിന്റെ അധീനതയിൽ ഇരിക്കുക, എന്നാൽ ഒരവകാശം മാത്രം എൻ്റേതാ, അത് എൻ്റെ ഭാര്യയാ. യോസഫ് എല്ലാം ഏറ്റു. പിശാചവനെ വിട്ടില്ല. സ്വത്രം. രാജാവ് ആ കൊട്ടാരത്തിൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് പിശാച് രാജാവിൻ്റെ ഭാര്യയിലൂടെ യോസഫിനെ തൻ്റെ വാഗ്ദത്തങ്ങൾ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുമ്പോൾ, സ്വത്രം, യോസഫ് അവിടെ നിന്നും ഇറങ്ങി ഓടി. തൻ്റെ ഭാര്യയുടെ ഇഷ്ടത്തെ നിവർത്തിച്ചു കൊടുക്കുവാൻ മനസ്സില്ലാതെ പാപത്തിൽ ചെന്ന് വീഴാതെ ഓടിയത് കൊണ്ട് അവൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. നന്മ ചെയ്യുന്നവനെ ആരും അംഗീകരിക്കത്തില്ല. നല്ലത് പറയുന്നവരെ ആരും കൂടെ നിർത്തത്തില്ല. നന്മ ചെയ്യുന്നവനെ ആരും അംഗീകരിക്കത്തുമില്ല. അവനെ ഏത് തരത്തിൽ തകർക്കാമോ അത്തരത്തിൽ തകർക്കുവാൻ ലോകം ഒരുമിച്ച് നിൽക്കും. യോസേഫിനെയും ന്യായം വിധിച്ചു. പാപം ചെയ്യാതെ പാപിയായി തീർന്ന് കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെടുമ്പോൾ യോസെഫ് ആരോടും പരാതിയില്ലാതെ തൻ്റെ ഉള്ളത്തെ ദൈവത്തോട് പങ്കുവച്ചു. കാലത്തിൻ്റെ പൂർണ്ണതയിൽ കർത്താവ് വന്നതുപോലെ കാലത്തികമെങ്കിൽ യോസേഫ് പുറത്തു വന്നത് അടിമയായിട്ടല്ല, പിന്നെയോ ആ രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ട് സ്വർഗം അവനെ പുറത്തു കൊണ്ടുവന്ന്. കാലങ്ങൾ കടന്നുപോയി. അപ്പൻ വാർദ്ധക്യം നരയും ബാധിച്ച് കണ്ണു മങ്ങിയവനായി തന്റെ കൂടപ്പുറപ്പുകൾ ഏറ്റവും ശ്രേഷ്ഠകരമായ നിലവാരത്തിൽ ആടിത്തിമിർക്കുമ്പോൾ ക്ഷാമം അവനെ കടന്നു പിടിച്ചു. ഒരു നേരത്തെ നല്ല ആഹാരം കിട്ടാനില്ലാതെ തൻ്റെ കൂടപ്പുറപ്പുകളും അപ്പനും അമ്മയും തങ്ങളുടെ ഭവനത്തിനകത്ത് വല്ലാതെ വ്യാകുലപ്പെടുമ്പോൾ, സ്തോത്രം, യോസേഫ് ആഡംബര സുഖത്തോടെ സന്തോഷത്തിന് മിഷ്ടാന ഭോജനം കഴിച്ചുകൊണ്ട് സ്തോത്രം കൊട്ടാരത്തിൽ വാഴുകയാ. ആരോ പറഞ്ഞു കേട്ടു, മിസ്രൈമിൽ ആഹാരമുണ്ട്, അവിടെ പോയാൽ പട്ടിണി കൂടാതെ ആഹാരം നേടിക്കൊണ്ടുവന്ന് കഴിച്ച് സുഖമായി ജീവിക്കാം. അപ്പൻ യാക്കോബ് പറഞ്ഞു, മക്കളെ, മിസ്രൈമിൽ ആഹാരമുണ്ടെന്ന് കേട്ടു, അതുകൊണ്ട് നിങ്ങൾ പോയി ആഹാരം വാങ്ങിക്കൊണ്ടുവരിക. തൻ്റെ കൂടപ്പിറപ്പുകൾ യോസേഫിൻ്റെ കൊട്ടാരത്തിൽ ചെന്നു സ്വത്രം ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ യോസേഫിന് മനസ്സിലായി, ഈ കടന്നു വരുന്നവര് എൻ്റെ കൂടപ്പിറപ്പുകളാണെന്ന്. അകത്തു നിന്ന് മാറി പൊട്ടിക്കരഞ്ഞിട്ട് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് അവൻ പറഞ്ഞു, സഹോദരങ്ങളെ, നിങ്ങൾ അന്ന് വിറ്റ യോസേഫാ ഞാൻ, നിങ്ങളുടെ കൂടപ്പിറപ്പാ. എൻ്റെ അപ്പൻ ജീവനോടുണ്ടെങ്കിൽ വേഗം കൊണ്ടുവാ, എനിക്കവരെ കാണണം, എനിക്കതൊന്ന് കണ്ട് സന്തോഷിക്കണം. നിങ്ങളോട് ചേർന്ന് കുടിച്ച് സന്തോഷവും സംതൃപ്തിയോടെ അടയുവാൻ നിങ്ങൾക്ക് മുമ്പേ സ്വർഗത്തിലെ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നു.
നാം ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം അത് വെളിപ്പെടണമെങ്കിൽ പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ദീർഘായുസ് കൊണ്ട് അവൻ തൃപ്തി വരുത്തും. ഒരിക്കലും എൻ്റെ കർത്താവ് തനിക്ക് വേണ്ടി കരഞ്ഞിട്ടുള്ളവരെ, തനിക്ക് വേണ്ടി നിന്നിട്ടുള്ളവരെ, തന്നോട് കൂടെ നിൽക്കുവാൻ ആഗ്രഹിച്ചവരെ തള്ളിക്കളഞ്ഞിട്ടില്ല. അങ്ങനെങ്കിൽ തള്ളിക്കളയാത്ത ദൈവത്തിന് മുഴുമഹത്വം കൊടുത്തുകൊണ്ട് ആത്മാവിൽ പിശാച് മാറുന്നു. രോഗം വരുമ്പോൾ പേടിച്ച് ചത്തുപോകുമെന്ന് പറയാതെ എൻ്റെ യേശു സമർത്ഥ്യ ജീവൻ തരും. അതുകൊണ്ട് കർത്താവേ നീ മാത്രം മതി എന്ന് പറ. സാമ്പത്തിക പ്രതിസന്ധി നിന്റെ മുമ്പിൽ കടന്നു വരുമ്പോൾ പലിശക്കടയിൽ പോകാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പറ, നിന്റെ കയ്യിൽ ധാരാളം നന്മയുണ്ട്, അത് തരുവാൻ അങ്ങക്ക് കഴിയുമല്ലോ എന്ന് പറ. കുടുംബത്തിനകത്ത് ശത്രു കളവിതയ്ക്കുമ്പോൾ നീ പറയണം, പിശാചേ ഇത് ദൈവം തന്ന ഭവനമാണ്, ഇതിനകത്ത് നിനക്ക് വാസം ചെയ്യുവാൻ അവകാശമില്ലെന്ന് പറയാൻ ശ്രമിക്കുക. നിന്റെ ഭവനത്തിനകത്ത് ഇരുട്ട് മാറി സന്തോഷം വെളിപ്പെട്ടു വരും. നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ മേൽ പോരാടി നിന്നുകൊണ്ട് മുൻപോട്ട് വിടുകയില്ല. ഒരു നല്ല ഭാവി ഒരുക്കാൻ സമ്മതിക്കരുതെന്ന് പിശാചിനെ നോക്കി പറ, അവർ ദൈവത്തിന്റെ മക്കളെ തൊട്ടു പോകരുതെന്ന് നീ കൽപ്പിച്ചാൽ അത് സംഭവിക്കും. ബഹുമാന്യനായ പാസ്റ്റർ PV ആശാരി ഉപദേശി ഇങ്ങനെ പറഞ്ഞു, കർത്താവിൻ്റെ നാമത്തിൽ നീ നിന്നിട്ട് കർത്താവിൻ്റെ നാമത്തിൽ നീ ഒന്ന് കൽപ്പിച്ചു നോക്ക്, സ്വർഗം അത് ചെയ്യുന്നത് കാണാം. ഈ നല്ല പകലിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. എൻ്റെ നാവിന്ന് പുറപ്പെട്ട വചനം മൂലം കർത്താവിൻ്റെ അത്ഭുതം വെളിപ്പെടുന്ന കണ്ടിട്ടുണ്ട്. അതിന് ഏക സാക്ഷി ഈ വിശുദ്ധ ഗ്രന്ഥമാ. ഇത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് നീ ഒന്ന് പറഞ്ഞു നോക്ക്, സ്വർഗമിറങ്ങും. അസത്യങ്ങളെ സത്യമാക്കുന്ന എൻ്റെ സ്വർഗത്തെ ദൈവമുണ്ടല്ലോ, സകല അധികാരങ്ങൾക്കും മീതയാ, സകല വാഴ്ചകൾക്കും മീതയാ. അവന്റെ പ്രവൃത്തിയുണ്ടല്ലോ ഒരു കണ്ണിന് കണ്ടിട്ടില്ലാത്ത നിലവാരത്തില്ല. അവന്റെ വാക്കുണ്ടല്ലോ സകലത്തിനെ കീറിമുറിക്കാൻ കഴിവുള്ളതാ. നീ വിശ്വസിക്ക് കുഞ്ഞേ, 21-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് 22-ാം നൂറ്റാണ്ടിൽ നീ വന്നപ്പോഴും എൻ്റെ യേശു കർത്താവിന് മാറ്റമുണ്ടായില്ലെന്ന് വിശ്വസിക്കാൻ ശ്രമിച്ചു നിന്നു നോക്ക്. സ്വത്രം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തമാ നിന്റെ മേലും പകർന്നിരിക്കുന്നത്. നീ ഒരനുഗ്രഹമാകുമെന്ന് അബ്രഹാമിന്റെ ദൈവം പറഞ്ഞെങ്കിൽ അബ്രഹാമിന്റെ കൊച്ചുമോനായി യേശു ക്രിസ്തു മൂലം നിനക്ക് വന്ന ജീവന്റെ രക്ഷയുണ്ടല്ലോ, അതിനെ തകർക്കാൻ പിശാച് പല പദ്ധതികൾ കൊണ്ടുവരും. രോഗം കൊണ്ടുവരും, കഷ്ടം കൊണ്ടുവരും, പ്രതികൂലം കൊണ്ടുവരും, സാമ്പത്തിക നഷ്ടം കൊണ്ടുവരും. എന്നാൽ എന്റെ യേശു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള കൃപ സ്വർഗത്തിലെ ദൈവം നിനക്ക് തരും. നീ മൂലം ദേശം അനുഗ്രഹിക്കപ്പെടും. അതിനായി കർത്താവിന്റെ കാര്യത്തിൽ കൊടുത്തിട്ട് പറ, നീ മാത്രം മതിയെന്ന്, നിന്റെ കൃപ മാത്രം മതിയെന്ന്. ഇന്ന് പകൽക്കാലം നീ ദൈവസ്ഥനൊന്ന് പറഞ്ഞേ, നീ അത്ഭുതം കാണും, നീ അത്ഭുതം കാണും. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കൂട്ടാളി അനുഗ്രഹിക്കപ്പെടും, നീ ദേശത്തൊരു അനുഗ്രഹമായിരിക്കും. നിന്റെ സമ്പത്ത് ശത്രു കൊണ്ടുപോകത്തില്ല, നിന്റെ കുഞ്ഞുങ്ങളെ ശത്രു തകർത്ത് കളയത്തില്ല, നിന്റെ കൂട്ടാളി ശത്രു തകർത്ത് കളയത്തില്ല. നീ വിശ്വസിക്കു കുഞ്ഞേ. ജനിച്ചാലൊരിക്കൽ നിങ്ങളും ഞാനും മരിക്കേണ്ടവരാ. എന്നാൽ നിങ്ങളും ഞാനും യേശുവിൻ്റെ മക്കളാണെങ്കിൽ നാം മരിച്ചാലും ജീവിക്കും. എവിടെ? നിത്യയുടെ പർദീസയിൽ നിന്നെയും എന്നെയും ഉരുവാക്കിയ നമ്മുടെ കർത്താവിനോട് കൂടെ വാനമേഘങ്ങളിൽ എടുക്കപ്പെട്ട നീ മഹോദ്രവ കാലം കഴിഞ്ഞ് ഈ ഭൂതലത്തിലേക്ക് വാസം ചെയ്യുവാൻ വരേണ്ടവളുമാ. അതുകൊണ്ട് കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നീ മാത്രം മതി എന്ന് പറഞ്ഞ് പാടിക്കൊണ്ട് കർത്താവിൻ്റെ കൂടെ മുന്നേറാം. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.